ചേച്ചിക്ക് ഇദ്ദേഹത്തിന് എത്ര കാലമായിട്ട് പരിചയമുണ്ട്? അയ്യോ ചേച്ചി, ഞാൻ അവിടെ ചെന്ന വർഷം 72. 72-ല് എനിക്ക് ഞാൻ 68-ല് വന്നു. 68-ല് വന്നു. ഹരിപ്പാടുകാരിയായിട്ടുള്ള ഏറ്റവും അറിയപ്പെടുന്ന ചേച്ചി അത് ചേച്ചിയാണ് നടി. പിന്നെ മീന ചേച്ചിയുണ്ട്, ഹരിപ്പാടാണ് രണ്ടുപേരും. മീന ഹരിപ്പാടാ. അപ്പം നടിമാരുടെ ഒരു യോഗം നടത്താമായിരുന്നു സത്യം. ഗായകര് പലരും ഉണ്ട്, പീലിയിലെ ചേച്ചി, ഹരിപ്പാട്, ഇങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഏതായാലും ഞങ്ങള് കണ്ടു അടുത്തു. പക്ഷെ ആ ഒരു ഞാനിപ്പോഴും പലയിടത്തും പറയുന്നതാ, കാരണം ഇന്നൊന്നും ഉള്ള നമുക്ക് സ്വപ്നം കാണാൻ ഒക്കാത്ത രീതിയിലുള്ള സ്നേഹബന്ധങ്ങളാണ്. ഒരു അമ്പലത്തിൽ പോണോ, നിനക്ക് കാറില്ലേ, ഒരു കാര്യം കഴിഞ്ഞാൽ എൻ്റെ വണ്ടി അയക്കാം, അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പറയുന്ന ഒരു. ഇപ്പൊ വണ്ടി ഉണ്ടോന്ന് വെച്ചാൽ അല്ല, ഇന്ന് സർവീസിങ്ങിന് പോയിരിക്കുക. 3 നേരത്തെ ഇട്ടുകൊണ്ട് ഇത് പറയുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ആഹാരം ഇത് ഞാൻ പറയില്ലേ, ഞങ്ങൾ അങ്ങനെ എന്തെല്ലാം ഒന്നിച്ച് സിനിമ കാണാൻ പോകും. ലളിത ചേച്ചി, ശ്രീലത ചേച്ചി, ഞാൻ, ഒരിക്കൽ കനകദുർഗയുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അടുത്തടുത്ത് താമസിക്കുന്ന ഒരു സിനിമയ്ക്ക് പോകാം. അയ്യോ, അതൊക്കെ ഒരു നല്ല, സത്യം പറഞ്ഞാൽ ഒരു മനസ്സിന് സന്തോഷം. വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്കുള്ള ഏക സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുടെ കൂടെ ഉള്ള ഈ ഇടപഴകലായിരുന്നു. അന്ന് വേറെ പരാതിയും പരിഭവവും ഒന്നും ആർക്കുമില്ല. ഒന്നുമില്ല. ഒരു ഈഗോയും ഇല്ല. അല്ല, വണ്ടിക്ക് എന്ന കാര്യം പറഞ്ഞ മറ്റേ ഇതിനകത്ത് കയറിയത് വലിയ പ്രശ്നമായി അല്ലേ ചേച്ചി? പ്രളയ കാലത്ത് മറ്റേ ചേച്ചി ഒരു ചെമ്പ്, അതായത് മഴ. അപ്പൊ 2018-ലെ മഴയ്ക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ വീട്ടിൽ മാത്രമായിട്ടാണെങ്കിൽ കുറച്ച് ഇറക്കത്തില്ല, അതിന് 3 റോഡ്. അപ്പൊ കാണാൻ ഭയങ്കര ഈ വെള്ളം എന്ന് പറഞ്ഞാൽ മുങ്ങുന്ന വെള്ളമൊന്നുമില്ല ഇതുവരെ ഉള്ളു. പക്ഷെ അഴുക്ക് വെള്ളം അവിടെ ഇവിടുന്നൊക്കെ അതിനകത്ത് ഏജന്തുക്കളുണ്ടോ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ജോലിക്കാർക്കെല്ലാം ചെമ്പി കയറാൻ പേടി. ഫയർഫോഴ്സിന്റെ ഏതാണ്ട് ഈ ഊതി വീർപ്പിക്കുന്ന ഒരു ബോട്ട് വന്നതിനകത്ത് നമ്മുടെ ലീലാമ്മച്ചി അവരൊക്കെ കയറ്റി വിട്ടു. കയറ്റി ഞാൻ പറഞ്ഞു, ആരെങ്കിലും, ഞാൻ മാത്രമേ ഇരിക്കത്തുള്ളൂ, ആരെങ്കിലും ഒന്ന് തള്ളി തണ്ട് 50 മീറ്റർ. കൗൺസിലർ പറഞ്ഞു ഞാൻ വിടാം. ധൈര്യമായിട്ട് കയറിയത് ഞാൻ കുടയൊക്കെ പിടിച്ച് ഇവിടുന്ന് അതങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ അവിടെ ഒരു 10 മൊബൈൽ എവിടെ പോയി. ഞാൻ പറഞ്ഞു, മക്കളെ 49 ലക്ഷം രൂപ ടാക്സ് കൊടുത്തത് ഇതിനകത്തോട്ട് വെള്ളമില്ലാത്ത സമയത്തെ വരാനുള്ള പറ്റിയ റോഡല്ല. അപ്പൊ അവരിപ്പൊ തീരെ പറ്റത്തില്ല. ഏതായാലും ആർക്കാണോ ആ ബുദ്ധി തോന്നിയെന്ന് വെച്ചാൽ അവരോട് സത്യം പറഞ്ഞാൽ നന്ദി പറയുക. 10 ദിവസം കൊണ്ട് എന്റെ റോഡ് ശരിയായി. പുറവശത്തെ കനാലൊക്കെ വീതി കൂട്ടി വലുതാക്കി. വെള്ളം കയറത്തില്ല, ഒരു വകയില്ല. ഇപ്പൊ സാധാരണ മഴയത്ത് എല്ലാ റോഡിലും ഒക്കെ ഉള്ളതുപോലുള്ള വെള്ളമുള്ള, അല്ലാതെ ഈ വെള്ളപ്പൊക്കം വീട്ടിൽ കയറുന്നില്ല. അല്ലേ ചേച്ചി, ഈ അടുത്ത ഈ 2018 വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സൂര്യ കൃഷ്ണമൂർത്തി എനിക്ക് ഇടയ്ക്ക് വാട്സപ്പിൽ പടം അയച്ചു തന്നു. അത് വേറെ ആരോ പുള്ളിക്ക് അയച്ചു കൊടുത്താ. അപ്പൊ ആ പടം കണ്ട് ഞാൻ ചിരിച്ചുപോയി. എന്താണെന്നറിയോ, ആ പടത്തിൽ ഒരു ബോർഡ് വെച്ചിരിക്കുക, ഒരു സ്ഥലത്ത് വെള്ളം കയറി കിടക്കുക, അതിക്രമിച്ച് കിടക്കുന്നവർ ശിക്ഷിക്കും. എന്നിട്ട് അതിന്റെ ഒരു അടിക്കുറിപ്പ്, ഈ പുരയിടത്തിന്റെ ഉടമസ്ഥൻ ഏതൊരു കുന്നിന്റെ മണ്ടേ കയറി ഇരിക്കുക. വെള്ളപ്പൊക്കമോ, ഇയാൾ അവിടെയായി ബോർഡ് വെച്ചേക്കുന്നത്. മനുഷ്യന്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഫോട്ടോ ഒക്കെ എടുത്തു, പിറ്റേ ദിവസം വലിയ സുമാരെ പോകുന്നതൊക്കെ പടമൊക്കെ വന്നു. കഷ്ടപ്പാട്. അല്ല, കേൾക്കണം, എന്റെ മോനും കൂടെ കേട്ടല്ലെന്നൊക്കെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഇപ്പുറത്തെ മേൽ അടുത്ത പടം വലിയ പ്രസിദ്ധ നേതാവ് VM സുധീരൻ PMGയുടെ അവിടെ കൂടെ ബോട്ടിൽ പോകുന്നത്. അപ്പൊ PMG കോസ്മോ ഹോസ്പിറ്റല് അവിടൊക്കെ ഇങ്ങനെ ബോട്ടിൽ പോകേണ്ട അവസ്ഥയാണെങ്കിൽ ഇവിടെ താമസിക്കുന്നത് എനിക്ക് 4 ബോട്ടെങ്കിലും വേണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത്തരം. അപ്പൊ 2018 പറ്റിയത് ഇവർ 4 ഡാം ഒന്നിച്ചങ്ങ് തുറന്നു. അതിനോട് പറ്റിയ ചേച്ചി ദുരിതാശ്വാസ ക്യാമ്പിൽ പോയോ? ദുരിതാശ്വാസ ക്യാമ്പിൽ പോയതല്ല. 350 കിലോ സാധനയോ. അന്ന് ഋഷിരാജ് സിംഗ് സാറാണ് എക്സൈസ് കമ്മീഷൻ. അപ്പൊ എനിക്ക് ഈ സീരിയലിലൊക്കെ കൂടെ വായിക്കുമല്ലോ, സാരി, നൈറ്റി, നല്ല പട്ട് സാരി ഒരു 10-50 ഒരു കണ്ടാ ഇപ്പൊ വാങ്ങിച്ചാന്ന് തോന്നുന്നു, കൊടുത്തയച്ചു. എന്നിട്ട് ഇപ്പൊ അതിന്റെ എക്സൈസിലിരിക്കുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പറയും, റാന്നി ക്യാമ്പിലായത് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ അവര് പറയുന്നത്, ഈ നൈറ്റി സർക്കാർ തിരിച്ചു തരാൻ മല്ലി ചേച്ചിയുടെ ഒരു സാരി തരുമോ? അത് എന്നെ കളിയാക്കി പറഞ്ഞാൽ തരത്തില്ല. നല്ല സാരികളായല്ല. ഞാനൊരു 350 കിലോയോളം ഉണ്ടായിരുന്നു.